കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് വീസിങ് വരാറുണ്ടോ? വീസിങ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല. കുട്ടിക്കൊരു ശ്വാസം മുട്ടൽ പോലെ, അല്ലെങ്കിൽ അവരിങ്ങനെ ശ്വാസം വലിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ സൗണ്ട് വരുന്നത് പോലെ അവരുടെ ശബ്ദത്തിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ടോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ പറയുന്ന ഈ ഒരു ഉപകരണവും ഉണ്ടാവും അല്ലേ, ഒരു നെബുലൈസർ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഉപകരണം ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഉപകരണത്തിന്റെ ആവശ്യമുണ്ടോ? എന്തിനാണ് നമ്മൾ നെബുലൈസ് ചെയ്യുന്നത്? എല്ലാ കുട്ടികൾക്കും ഈ നെബുലൈസേഷൻ ആവശ്യമുണ്ടോ? ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? അല്ലെങ്കിൽ ഇത് തെറ്റായി ഉപയോഗിക്കുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? മുഴുവനായിട്ട് കാണുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഇത് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രോബ്ലമിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കെല്ലാം, പ്രത്യേകിച്ച് ഒരു വയസ്സ് മുതൽ ഒരു 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് വീസിങ് എന്ന് പറയുന്നത് അല്ലെ. അതായത് കുട്ടികൾക്ക് ഒരു പനി വരുമ്പോഴോ ചുമ വരുമ്പോഴോ അനുബന്ധമായിട്ട് വരുന്ന മറ്റ് പല രോഗങ്ങളോടൊപ്പം തന്നെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ വീസിങ് എന്ന് പറയുന്നത്. പ്രധാനമായും എന്താ ഇവിടെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ശ്വാസം എടുക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടും, അതുപോലെ അവർ ശ്വാസം എടുക്കുമ്പോൾ ഒരു വീസിങ്, അതായത് ഒരു വിസിൽ സൗണ്ട് നമുക്ക് അവരിൽ കേൾക്കാൻ പറ്റും. അപ്പൊ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ എന്തോ കുട്ടികൾക്ക് ഒരു ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എല്ലാ പ്രാവശ്യവും കുട്ടികൾക്ക് ഇതുപോലെ പനി വരുമ്പോഴും ജലദോഷം വരുമ്പോഴും നമുക്ക് ഈ നെബുലൈസ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ട് എന്നുള്ളൊരു കാര്യം? എന്നാൽ ഇല്ല. എല്ലാ തവണയും നമുക്ക് കുട്ടികൾക്ക് ഇതുപോലെ പനിയോ ചുമയോ ഒക്കെ വരുന്ന ഒരു സമയത്തിന് നമുക്കിത് കുട്ടികൾക്ക് എപ്പോഴും നെബുലൈസർ ഉപയോഗിക്കുക അല്ലെങ്കിൽ എപ്പോഴും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിസിൻസ് ഉപയോഗിക്കുക എന്നുള്ളൊരു ആവശ്യമില്ല. കാരണം ഒരുമാതിരി വരുന്ന എല്ലാ കുട്ടികൾക്കും നോർമലി വരുന്നതെന്ന് വെച്ചാൽ ചില വൈറൽ ഫീവേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളായിരിക്കും. അതിനൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, എപ്പോഴാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾക്ക് കഠിനമായ പനി ചുമ അത് റിലേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് ഒരു ശ്വാസ തടസ്സം ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കാം. പ്രത്യേകിച്ച് രാത്രിയൊക്കെ അവർ ഉറങ്ങാൻ കിടക്കുന്ന ഒരു സമയത്തിന് അവരുടെ ശ്വാസം എടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത്, കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് നല്ലോണം താഴ്ന്നു പോയിട്ടാണ് പൊങ്ങി വരുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. അതുപോലെ തന്നെ അവരുടെ നെഞ്ചിന് താഴെ അല്ലെ, ഏകദേശം അവരുടെ ഒരു ലങ്സിന് താഴെയായിട്ട് ഇതുപോലെ വയറ്റിന്റെ, അതായത് വയറും ലങ്സും നമ്മുടെ നെഞ്ചും കൂടെ ചേരുന്ന ആ ഒരു ഭാഗത്ത് ഒരുപാട് ശ്വാസം എടുക്കുമ്പോൾ നോർമലി നമുക്കൊരു താഴ്ച ഉണ്ടാകും. അതല്ലാതെ രണ്ട് സൈഡും നല്ലോണം ഉള്ളിലേക്ക് കുഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത് കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് കേസ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുട്ടിക്ക് കാര്യമായിട്ട് ഒരു ശ്വാസ തടസ്സം ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ഈ ഒരു വിസിലിംഗ് സൗണ്ട് കൂടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് നെബുലൈസേഷൻ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരും. അവർക്ക് കൊടുക്കുന്ന മറ്റു മരുന്നുകളോടൊപ്പം തന്നെ നെബുലൈസേഷനും. എന്നാൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു ഡോക്ടറെ കണ്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം നെബുലൈസർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് ഏത് മരുന്നാണ് നമുക്ക് നെബുലൈസറിൽ കുട്ടികൾക്ക് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. നെബുലൈസർ ഉപയോഗിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇത് വെറും ഒരു ഉപകരണം മാത്രമാണ്. അപ്പൊ ഈ ഉപകരണം എന്താണ്? ഈ ഉപകരണം കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അസുഖം മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റില്ല. ഈ ഉപകരണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്ന് കൊണ്ടിട്ടാണ് കുട്ടികൾക്ക് ആ ഒരു രോഗം ഭേദമാവുന്നതും അത് കുറയുന്നതും. നമ്മൾ ഒരു പ്രാവശ്യം നെബുലൈസർ ഉപയോഗിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവും, അവരുടെ ആ ഒരു ശ്വാസം മുട്ടലിനൊക്കെ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. അപ്പൊ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നെബുലൈസർ എന്ന് പറയുന്ന ഈ ഒരു ഉപകരണം ഇതൊരു ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ് ആണ്. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ വരുന്ന എയർ ഈ മരുന്നിന്, നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന മരുന്നിന് വളരെ ചെറിയ ഒരു എന്താ പറയാ, ഒരു നമുക്കൊരു കോടമഞ്ഞ് പോലത്തെ ഒരു രൂപത്തിലാക്കി കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അവരുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇത് ചെയ്യുന്നത്, വളരെ ചെറിയ കണങ്ങളാക്കിയിട്ട്. അപ്പം മരുന്നിന്റെ അബ്സോർപ്ഷൻ വളരെ കൂടുകയും അവർക്ക് പെട്ടെന്നൊരു റിലീഫ് ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യും. അതാണ് ഈ ഒരു എക്യുപ്മെന്റ് ഗുണം. നമ്മൾ അല്ലാതെ കൊടുക്കുന്ന മരുന്നുകളെക്കാളും വളരെ എഫക്റ്റീവ് ആണ് നെബുലൈസർ വഴി നമ്മൾ ചെയ്യുന്ന മരുന്നുകൾക്ക്, പ്രത്യേകിച്ച് വീസിങ് പോലെയുള്ള കണ്ടീഷനുകൾക്ക്.
അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ എന്റെ കുഞ്ഞിന് 3 വയസ്സാണ്. അവൾക്ക് എങ്ങനെയാണ് ഞാനിത് ചെയ്യാന്ന് വെച്ചാൽ, ഇതുപോലെ ഡോക്ടർ നിർദ്ദേശപ്രകാരം അവൾക്കത് ചെയ്യേണ്ട കണ്ടീഷൻ, പ്രത്യേകിച്ച് ചിലപ്പോഴൊക്കെ രാത്രി അവൾക്ക് ഇതുപോലെ ഇവിടെ നല്ലോണം താഴ്ന്നിട്ട് നല്ല ശ്വാസതടസ്സം ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഞാൻ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഡോക്ടർ പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ആദ്യത്തെ ഒരു നെബുലൈസേഷൻ അവിടെ വെച്ച് തന്നെ എടുക്കും. അതിനുശേഷം വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം കണ്ടിന്യൂ ചെയ്ത് ഡോക്ടർ പറയുന്ന അത്രയും ദിവസം, അത്രയും തവണ, ഡെയിലി ഒരു 2 തവണയൊക്കെയാണ് ചെയ്യാറുണ്ട് ഈ ഒരു കാര്യം. അപ്പോൾ ആദ്യമേ ഞാൻ ഇതൊരു എക്യുപ്മെന്റിനെ പരിചയപ്പെടുത്താം. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഡോക്ടർ മോർപ്പന്റെ ഒരു നെബുലൈസർ ആണ്. ഇതുപോലെ തന്നെ മറ്റൊരുപാട് നെബുലൈസേഴ്സ് അവൈലബിൾ ആണ്. ഏതാണ് നല്ലതെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മേടിക്കാം. അപ്പൊ ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം അല്ലെ, ഇവർക്കൊരു നെബുലൈസേഷൻ മാസ്ക് ഉണ്ടാവും. അപ്പൊ ഈ ഒരു മാസ്ക് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്തിട്ട് അതുവഴി ഈ ഒരു പോർഷൻ ഉണ്ടാവും. ഈ ഒരു പോർഷനിൽ ഇതിനകത്താണ് നമ്മൾ മരുന്ന് ഫില്ല് ചെയ്യുന്നത്. മരുന്ന് ഫില്ല് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ മരുന്ന് ഡയറക്ട്ലി ഫില്ല് ചെയ്യാറില്ല. ഒരു സലൈൻ സൊല്യൂഷൻ, നമ്മൾ ഇതുപോലെയുള്ള ചെയ്യാനായിട്ടുള്ള സലൈൻ സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഈ സലൈൻ സൊല്യൂഷൻ ഡോക്ടർ എത്രയാണോ എമൗണ്ട് പറയുന്നത്, ഞാൻ നോർമലി ചെയ്യാറ് 2.5 ml ആണ് സലൈൻ സൊല്യൂഷൻ. 0.9 ആണ് ഇതിന്റെ കോൺസെൻട്രേഷൻ. അതും വ്യത്യാസമായിരിക്കും. നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് കേട്ട് തന്നെ ചെയ്യുക. അതിന് 2.5 ml ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എന്റെ ഡോക്ടർ എന്റെ കുഞ്ഞിന് തന്ന മരുന്നാണ് ഇതൊരു നമ്മൾ റെസ്പിറോൾസ് എന്ന് പറയും. ഇത് മെയിൻ ആയിട്ട് കുട്ടികളുടെ ഈ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം ഒന്ന് താഴ്ത്താൻ വേണ്ടിയിട്ട്, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ മരുന്ന് ഉപയോഗിക്കുന്നത്. പലർക്കും പല മരുന്നും പല കോൺസെൻട്രേഷനുമാണ് തരുന്നത്. അപ്പൊ ഈ മരുന്നിന്റെ ഡോക്ടേഴ്സ് പറയും എത്ര തുള്ളി ഒഴിക്കണം എന്ന് പറയും. ചിലർ പറയും ഒരു റെസ്പിറോളിന്റെ പകുതി ഒഴിക്കാൻ പറയും, ചിലർ പറയും ഇത്ര ഡ്രോപ്സ് മതി എന്നുള്ളതും പറയും. അപ്പൊ അങ്ങനെ ഈ 2.5 ml സലൈനും ഈ 2 ഡ്രോപ്സും ഇതിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഫ്യൂംസ്, പുക പോലെ വരും. അപ്പൊ ഈ പുക പോലെ വരുമ്പോഴത്തേക്കും എന്താണ്, വളരെ ഈസി ആയിട്ട് കുട്ടികൾക്ക് ഇതിങ്ങനെ ഇൻഹേൽ ചെയ്ത് എടുക്കാൻ പറ്റും. കുട്ടികൾ ഇരിക്കാൻ ബുദ്ധിമുട്ടായി ഈ ഒരു മാസ്ക് കൂടെ വെച്ചിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. പക്ഷെ ചില കുട്ടികൾ ഇതൊന്നും വെക്കാൻ സമ്മതിക്കാറില്ല, പ്രത്യേകിച്ച് എന്റെ കുട്ടി. അപ്പൊ നോർമലി ഇതിങ്ങനെ അവർക്ക് പിടിക്കാനായിട്ടോ അല്ലെങ്കിൽ വായിലേക്കോ മൂക്കിലേക്കോ കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് അവരുടെ അടുത്തേക്ക് പിടിക്കുകയാണെങ്കിൽ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഈ പറഞ്ഞ എമൗണ്ട് ഇതിനകത്തുനിന്ന് കഴിയുകയും അവരുടെ ഉള്ളിലേക്ക് ഡയറക്ട്ലി ഈ ഒരു മരുന്ന് എത്തുകയും ചെയ്യും. അപ്പൊ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു റെസ്പിറേറ്ററി പ്രോബ്ലം ഉണ്ടെങ്കിൽ. എന്നാൽ അവർക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല, ചെറിയൊരു പനി വന്നു അല്ലെങ്കിൽ ചെറിയൊരു ജലദോഷം വന്നു, അപ്പോഴത്തേക്ക് അവർക്ക് ചുമ തുടങ്ങി, ആ ഒരു സമയത്ത് എപ്പോഴും നമ്മൾ ഇത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അവർക്കൊരു റെസ്പിറേറ്ററി ബുദ്ധിമുട്ട്, ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമില്ലാതെ ഈ മരുന്നുകൾ ചെല്ലുകയും ചിലപ്പോൾ ഈ മരുന്നിന്റെ ഓവർഡോസ് ആവാം, അതുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്ക് മറ്റു പല രോഗങ്ങളുണ്ടാവാം. ചിലപ്പോൾ അവർക്ക് തലകറക്കമോ അല്ലെങ്കിൽ അത് അവർക്ക് ഡിസിനസ്, അങ്ങനെയുള്ള ക്ഷീണം, ഡൾനെസ്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. ഓൾറെഡി കുട്ടിക്ക് പനിയായിരിക്കും. അപ്പൊ ആവശ്യമില്ലാതെ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാവും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ആവശ്യമില്ലാതെ നെബുലൈസർ ഉപയോഗിക്കരുത്. അപ്പൊ ഇത്തരത്തിൽ കറക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ മാത്രം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു നെബുലൈസർ ഉപയോഗിക്കാം. പിന്നെ എല്ലാ വീട്ടിലും ഈ ഒരു നെബുലൈസർ വേണോ എന്ന് ചോദിച്ചാൽ ഞാൻ വേണം എന്ന് തന്നെ പറയത്തുള്ളൂ. കാരണം നമ്മുടെ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് എപ്പോഴാണ് ഒരു പനി, ചുമ ഇതൊക്കെ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ഒരു റെസ്പിറേറ്ററി ഇഷ്യൂ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് തന്നെ നെബുലൈസ് ചെയ്യേണ്ടി വരും. എന്നിരുന്നാലും പിന്നീട് ഡോക്ടർ പറയാം നോർമലി ഒരു 5 ദിവസത്തേക്ക് 2 നേരം ചെയ്യാൻ പറയാം. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ വരിക എന്നുള്ള ബുദ്ധിമുട്ടും കുഞ്ഞുങ്ങൾക്ക് അത് പോവാനും വരാനും ഉള്ളൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഡോക്ടർ പറയുന്ന പോലെ നമുക്കിത് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അപ്പൊ അത്തരത്തിൽ നമുക്ക് കുട്ടിക്ക് വരുന്ന ഈ ഒരു റെസ്പിറേറ്ററി പ്രോബ്ലംസ്, അതല്ലാതെ മറ്റു കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ആസ്മ അല്ലെങ്കിൽ ബ്രോങ്കിയോ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്കും ഇത് കോമൺലി യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ ചിലപ്പോൾ ഡിഫറെന്റ് മരുന്നുകളായിരിക്കാം, ഒക്കെ ആയിരിക്കാം. പക്ഷെ ഇതെല്ലാം നിങ്ങളുടെ ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക.